ഹായ്, എല്ലാവർക്കും സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പക്കാവടയാണ്. നല്ല അടിപൊളി പക്കാവടയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പക്കാവടയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. നമുക്ക് പക്കാവട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ഞാൻ ഒരു 3-4 സവോള ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചിയും ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില കുനുകുനാന്ന് ചെറുതായി കരിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം. അതിനായിട്ട് സവാള ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പിലയും എല്ലാം കൂടി നമുക്ക് ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിന്ന് ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിന്ന് കസിൻസും പെങ്ങന്മാരും മരുമക്കളൊക്കെ കൂടിയിട്ട് ഒരു ചെറിയ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കൾക്കെല്ലാം വണ്ടിയിലിരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ പിടിക്കാമെന്ന്. അപ്പോൾ അതിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ വേണം. നമുക്ക് പലഹാരം എണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലിടുന്നതാണ് നല്ലത്. ഇത് നന്നായി ഒന്ന് ഞെരടി നല്ല കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഈ തിരുമ്മലിലാണ് ഏറ്റവും ഇതിൻ്റെ ടേസ്റ്റ് വരിക. കയ്യൊക്കെ പുകയും പച്ചമുളകൊക്കെ ഇട്ടതല്ലേ. അതിന് നമുക്കിതിലേക്ക് ഞാൻ എടുത്തു വെച്ച കടലപ്പൊടി ഇടുന്നത്. കടലപ്പൊടി ഇപ്പോൾ ഒരു 200 ഗ്രാം കടലപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്നും കൂടി തിരുമ്മുക. ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ കുറച്ച് മസാല ചേർക്കുക. ഇറച്ചി മസാല ചേർത്താൽ മതി. അതാകുമ്പോൾ കുറച്ചൊരു രുചി വരും. കുറച്ച് ഇട്ടിട്ടു, ഒരു 1/2 ടീസ്പൂൺ ഇറച്ചി മസാല ഇട്ടു. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പിരിയമുളകാണ് ഇടുന്നത്. നമ്മൾ പിരിയമുളകില്ലേ, ചുമന്ന മുളക്, ഒരു കളറിന് വേണ്ടിയിട്ട്. അതും ഇതുപോലെ നോക്കിയിട്ടിട്ടാൽ മതി. ഒരു ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, ചെരുവും കളറും ഒക്കെ ഉണ്ടാവണ്ടേ. ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ഇതിനകത്ത് ചേർത്തില്ല. നമുക്കിത് നന്നായി ഒന്ന് കുഴച്ച് വരാം. അതിന് ശേഷം വെള്ളമാക്കാം. ഇത് നമുക്ക് കുഴച്ചിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടിയുണ്ട്. അപ്പം വെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട്, അധികം ലൂസ് വേണ്ട, എന്നാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല വേണ്ട, ഇതുപോലെ ഒരു ലൂസിലേ വേണ്ടു. ഒരുപാട് വെള്ളവും വേണ്ട, എന്നാൽ നമ്മളിങ്ങനെ എടുത്ത് ഇടുവല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നല്ല വൃത്തി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല, എന്നാലും അതൊരു യോജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേനും നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാൻ കൈ കൊണ്ടാണ് കോരിയിടേണ്ടത്. ഞാൻ അതിൽ സ്പൂണ് കൊണ്ടാണ് കോരിയിടുന്നത്. കുറേശ്ശെ സ്പൂണ് കൊണ്ട് ഇതിലേക്ക് കോരിയിടുക. കൈ കൊണ്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് നുള്ളിയിട്ടാലും നല്ലതാവും. പിന്നെ ഞാൻ കൈക്കൊന്നും പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ മുളക് ഇട്ട് കുഴച്ചപ്പം തന്നെ കൈ പുകയുന്നുണ്ട്. അതെല്ലാം കൂടി കൈ കൊണ്ട് മെല്ലെ കുഴച്ചിട്ടല്ലേ എടുത്തേ, അന്നേരം തന്നെ കൈ പുകയുന്നുണ്ട് ഇപ്പോൾ. അപ്പം പിന്നെ ഇനി ആദ്യം കൈയിലേക്ക് ഇട്ട് ആക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ സ്പൂണുകൊണ്ട് കോരിയിടുക ചെയ്യുന്നു. വലിയ വീതിയുള്ള ഉരുളിയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ കുറേ ഇടാം. ഒരുമിച്ച് തന്നെ കുറച്ച് കൂടുതലായിട്ട് ഇടാം. എന്നാലും ഇത് കുറച്ച് വലിയ ചീനിച്ചട്ടിയാണ്, ചെറുതുണ്ട്. ഞാൻ അതുകൊണ്ടാണ് വലുത് വെച്ചത്. പെട്ടെന്ന് ആക്കി എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ നമുക്കിത് ഇതിന് ഇതിൽ ഇത്ര മതി. നമുക്കതിന് നല്ലോണം മൂത്ത് വരട്ടെ. ഇതാ നമ്മുടെ ഇതിവിടെ ആയി വരുന്നുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ നല്ലപോലെ പൊന്തി വന്നിന്. കുറച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് നല്ലപോലെ എണ്ണയിൽ നല്ല ഇതായി വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി യോജിച്ചിരിക്കുന്നുണ്ട് ഒന്നിച്ച്.
ഇതെല്ലാം ഒന്നും കൂടി തിരിച്ചിടുമ്പോൾ എല്ലാം തിരിഞ്ഞു പോവുമോ എന്ന്. അപ്പോൾ നമുക്കിതൊന്ന് ഇതാവുന്നവരെ കുറച്ച് ചെറു തീയിൽ വേണം ആക്കാനേ, ഇല്ലെങ്കിൽ ഉള്ളി വേവ് കുറവായിരിക്കും. അപ്പോൾ തീയിൽ ഒന്ന് വെന്തിട്ട് നമുക്കന്നേരം വാരിയിടും. ഇത് ഏകദേശമായിട്ടുണ്ട്. നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് ഇന്ന് തന്നെ ഉപയോഗിക്കേണ്ടത് കൊണ്ട് വെളിച്ചെണ്ണയിലാക്കാം. അല്ലെങ്കിൽ നമുക്കിത് ഇന്നിപ്പം സൂക്ഷിച്ച് വെക്കാനാണ് നാളെ വേണ്ടുമെങ്കിൽ ഇന്ന് നമ്മളാക്കി വെക്കൂലേ, അങ്ങനെ വരുന്നതാണെങ്കിൽ നമുക്കത് സൺഫ്ലവർ ഓയിലാക്കുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിലായി ആകുമ്പം അങ്ങനെ ഒരു പെട്ടെന്ന് നാശമാവില്ല. അപ്പോൾ വെളിച്ചെണ്ണയിലാകുമ്പോൾ ആണ് ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ പലഹാരങ്ങൾ വെളിച്ചെണ്ണയിലല്ലേ ടേസ്റ്റ്. അപ്പം നമ്മളിത് പെട്ടെന്ന് തന്നെ തീർക്കും. ഇതൊന്നും കാണുകയേ വേണ്ടു. മധുരമില്ലാത്ത പലഹാരങ്ങളാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം. കുട്ടികൾക്ക് മധുരമുള്ളതായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ വലിയവർക്ക് എല്ലാവർക്കും മധുരമില്ലാത്തതല്ലേ ഇഷ്ടം. അപ്പോൾ നമുക്കിത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം പക്കവട മൊത്തം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് മതിയാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.